ഗർഭകാലം എന്നത് അതീവ ശ്രദ്ധ വേണ്ട കാലഘട്ടം കൂടിയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഏറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ചില ചെറിയ കാര്യങ്ങൾ മതിയാവും ചിലപ്പോൾ ഗർഭധാരണത്തിൽ പ്രശ്നങ്ങൾ നേരിടാൻ. ഭക്ഷണം മുതൽ കിടക്കുന്ന പൊസിഷൻ്റെ കാര്യത്തിൽ വരെ അതീവ ശ്രദ്ധ വേണം. ഗർഭകാലത്ത് പല കാര്യങ്ങളും അരുതെന്ന് പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പലർക്കും സംശയമാകുന്ന ഒന്നാണ് സെക്സ് എന്നത്. ഗർഭകാലത്ത് സെക്സ് അനുവദനീയമാണോ അല്ലയോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ആരോഗ്യമുള്ള ഗർഭമെങ്കിൽ സെക്സ് അനുവദനീയം തന്നെയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സെക്സ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവർ. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന ഒരു അവസ്ഥ പൊതുവെ ഗർഭത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത്തരം അവസ്ഥയെങ്കിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ ഹൈ BP, പ്രമേഹം, അമിതവണ്ണം, ന്യൂറൽ ട്യൂബ് പ്രശ്നങ്ങൾ തുടങ്ങി എന്ത് വേണമെങ്കിലും ആവാം. ഇത്തരം ഘട്ടത്തിൽ ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സെക്സ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പലപ്പോഴും ഗർഭകാലത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ, പ്രത്യേകിച്ചും ആദ്യ 3 മാസങ്ങളിൽ ഡോക്ടർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ഒഴിവാക്കേണ്ടതാണ്. വേറെ പ്രശ്നങ്ങളില്ലാത്ത ഗർഭകാലമെങ്കിൽ ആദ്യ 3 മാസം ആയാസമില്ലാത്ത സെക്സ് പൊസിഷനുകൾ സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തേത് പ്രീ ടൈം ലേബർ. മാസം തികയാതെയുള്ള പ്രസവത്തിന് സാധ്യത, അല്ലെങ്കിൽ മുൻപ് ഇത്തരം രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാസം തികയാതെ ജനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന കേസുകളും ഉണ്ട്. പ്രീ ടൈം ലേബർ എന്ന് പറയുന്ന ഇത്തരം ഘട്ടങ്ങളിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനു കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളാകും. മുൻപ് മാസം തികയാതെ പ്രസവിച്ച മെഡിക്കൽ ഹിസ്റ്ററി എങ്കിൽ ഇത്തരം ആളുകൾ ഗർഭകാല സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇവരിൽ ഗർഭകാല സെക്സ് റിസ്ക് ആകാനും പെട്ടെന്ന് പ്രസവം നടക്കാനുമെല്ലാം സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തേത് ലോ ലെവൽ പ്ലാസൻ്റ. ലോ ലെവൽ പ്ലാസൻ്റ എന്ന അവസ്ഥ ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. പ്ലാസൻ്റ അഥവാ മറുപിള്ള താഴ്ന്നു വന്ന് ഗർഭാശയകളത്തെ മൂടുന്നതാണ് ഇത്തരം അവസ്ഥ. ഇതും ഗർഭകാലത്ത് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. ഇത്തരം ഘട്ടത്തിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ബ്ലീഡിങ് പോലുള്ള കണ്ടീഷനുകൾക്ക് സാധ്യതയുണ്ട്. ഗർഭകാലത്ത് ബ്ലീഡിങ്, കൂടുതൽ വജൈനൽ ഡിസ്ചാർജ് എന്നിവയെങ്കിൽ ഗർഭകാല ബന്ധപ്പെടൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ യൂട്രസ് ഭിത്തികൾക്ക് കട്ടി കുറവോ തകരാറുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അമ്നിയോട്ടിക് ലീക്ക്, അതായത് വയറ്റിലെ ദ്രാവകത്തിന് ലീക്ക് ഉണ്ടെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഗർഭകാല സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ മറ്റൊന്നാണ് ഒന്നിലേറെ കുട്ടികളുള്ള ഗർഭധാരണം. ഇത്തരം അവസ്ഥയിലും സെക്സ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഗർഭപാത്രത്തിന് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആയാസമുണ്ടാകുന്ന സന്ദർഭമാണിത്. ലൈംഗികജന്യ രോഗങ്ങളുള്ള അവസ്ഥയിലും ഇത് പാടില്ല. ഇത് അണുബാധകൾക്ക് കാരണമാകും. ഗർഭാശയകളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഭാഗം പെട്ടെന്ന് തുറന്നു വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഗർഭകാല ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും സെർവിക്സ് അയഞ്ഞ അവസ്ഥയെങ്കിൽ പെട്ടെന്ന് ഇത് തുറന്നു പോകാൻ വഴിയുണ്ട്. ഇത് മാസം തികയാതെയുള്ള പ്രസവത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒന്നാണ്. ഗർഭകാല അസ്വസ്ഥതകൾ പല സ്ത്രീകൾക്കും സാധാരണയാണ്. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഛർദിയും തലചുറ്റലും എല്ലാം സാധാരണയാണ്. എന്നാൽ ഇടയ്ക്കിടെ വയറുവേദന, പ്രത്യേകിച്ചും അടിവയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗർഭകാല ലൈംഗിക ബന്ധം ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആദ്യ 3 മാസങ്ങളിൽ ഇത്തരം വേദനകൾക്ക് സാധ്യത ഏറെയാണ്. അതുപോലെ ആദ്യ 3 മാസങ്ങളിലാണ് അബോർഷൻ സാധ്യത കൂടുതലും. കഴിയുമെങ്കിൽ ഈ 3 മാസങ്ങളിലും ഗർഭകാല സെക്സ് ഒഴിവാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.